ലോക ഫുട്ബോളിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡാണ് ബാലൻ ഡിയോർ. പുതിയ ബാലൻ ഡിയോർ നോമിനേഷൻ പട്ടിക പുറത്തിറങ്ങിയതോടെ വീണ്ടും ആവേശത്തിലായി ഫുട്ബോൾ ലോകം. അങ്ങനെ ഫുട്ബോളിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡിന് വീണ്ടും അരങ്ങൊരുങ്ങിയിരിക്കുന്നു. ഒക്ടോബർ 28-ന് പാരീസിലെ ആഘോഷരാവിൽ കാൽപന്ത് ലോകത്തിന്റെ പുതിയ രാജാവ് സിംഹാസനത്തിലേറും. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇല്ലാതെയാണ് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റ്. 2003-ന് ശേഷം ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോയുടെയും അപ്രമാദിത്വമായിരുന്നു ബാലൻ ഡിയോറിൽ. ലയണൽ മെസ്സി 8 തവണയും ക്രിസ്ത്യാനോ 5 തവണയും ബാലൻ ഡിയോറിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചിരുന്നു. ഇത് പുതുതലമുറയുടെ ബാലൻ ഡിയോർ പട്ടികയാണ്. ബാലൻ ഡിയോർ നോമിനേഷൻ ലിസ്റ്റിലേക്ക് കടക്കും മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. മാഡ്രിഡിലെ സാമ്പതാളം വിനീഷ്യസ് ജൂനിയർ. ഇംഗ്ലീഷ് മൈതാനങ്ങളെ ഭരിക്കുന്ന സ്പാനിഷുകാരൻ റോഡ്രി. മാഡ്രിഡിലേക്ക് പോയി ലോകത്തിന്റെ മനം കവർന്ന ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം. ഒപ്പം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോളടി വീരൻ എർലിംഗ് ഹാലൻഡ്. PSG-യിൽ നിന്ന് മാഡ്രിഡിലേക്ക് കൂടുമാറിയ ഫ്രഞ്ച് രാജകുമാരൻ എംബാപ്പെ. സ്പെയിനിലെ അത്ഭുത ബാലൻ ലമീൻ യമാൽ എന്നിവരാണ് ഇത്തവണ ലിസ്റ്റിലുള്ളത്. ഈ ലിസ്റ്റിൽ തന്നെ വിനീഷ്യസ്, ബെല്ലിംഗ്ഹാം, റോഡ്രി എന്നിവരിൽ ഒരാൾക്കാകും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ ബാലൻ ഡിയോർ. ഇതിൽ ആരാണ് മുന്നിൽ എന്ന തർക്കമാണ് ഫുട്ബോൾ ലോകത്തെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ചാ വിഷയം. പല വെബ്സൈറ്റുകളും സ്പോർട്സ് ജേർണലിസ്റ്റുകളും പണ്ഡിതരുമെല്ലാം വ്യത്യസ്ത രീതിയിലാണ് റേറ്റിംഗ് നൽകുന്നത്. പലതും തമ്മിൽ വലിയ വൈരുദ്ധ്യവുമുണ്ട്. ന്യൂയോർക്ക് ടൈംസിന്റെ അധീനതയിലുള്ള അത്ലറ്റിക്കിലെ ജേർണലിസ്റ്റുകളുടെ പ്രവചനത്തിൽ നിന്ന് തന്നെ അത് കൃത്യമായി മനസ്സിലാകും. മാർക്ക് ക്യാരി റോഡ്രിയാണ് ഒന്നാമനാക്കുന്നത്. ബെല്ലിംഗ്ഹാം രണ്ടാമതായും വിനീഷ്യസ് മൂന്നാമതായുമാണ് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. എന്നാൽ മറ്റൊരു സ്പോർട്സ് ജേർണലിസ്റ്റായ സെബ് സ്റ്റഫാർഡ് വിനീഷ്യസിനെ ഒന്നാമനാക്കുമ്പോൾ റോഡ്രി രണ്ടാമനാണ്. അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ മൂന്നാമൻ എർലിംഗ് ഹാലൻഡ് ആണ്. റോഡ്രിയും വിനീഷ്യസും തമ്മിലാണ് മത്സരമെന്ന് പറയുന്ന ടിം സ്പൈർസ്, ഡാനി കർവഹാൽ, എർലിംഗ് ഹാലൻഡ്, ഹാരി കെയ്ൻ, ലമീൻ യമാൽ, കിലിയൻ എംബാപ്പെ തുടങ്ങിയവർക്കും സാധ്യത നൽകുന്നു. വിവിധ വെബ്സൈറ്റുകളിലും വ്യത്യസ്ത സാധ്യതകളാണ് പറയുന്നത്. goal.com വിനീഷ്യസിനെ ഒന്നാമതും റോഡ്രിയെ രണ്ടാമതുമാക്കുന്നു. ഓരോ രാജ്യക്കാരും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതും. സ്കൈ സ്പോർട്സും BBC-യും എല്ലാം ഇംഗ്ലീഷ് താരങ്ങളെയാണ് ആഘോഷമാക്കുന്നത്. അതിൽ തന്നെ ഏറെ പേരും ഒപ്പം നിൽക്കുന്നത് ബെല്ലിംഗ്ഹാമിനൊപ്പമാണ്. ഡാനി കർവഹാൽ, ലൗട്ടാരോ മാർട്ടിനസ് അടക്കമുള്ളവരെ കാണാതിരിക്കാനാകില്ലെങ്കിലും റോഡ്രി, വിനീഷ്യസ്, ബെല്ലിംഗ്ഹാം എന്നിവരിൽ ഒരാളാകും പുതിയ താരമെന്നാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത്. ബെല്ലിംഗ്ഹാമും കർവഹാലും അടക്കമുള്ള തന്റെ പ്രിയ താരങ്ങൾ പട്ടികയിലുണ്ടെങ്കിലും റയൽ മാഡ്രിഡ് കോച്ചായ കാർലോ ആഞ്ചലോട്ടി വിനീഷ്യസ് നേടുമെന്ന് പ്രവചിക്കുന്നു. റയൽ പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെരസും വിനീഷ്യസിന്റെ കൂടെയാണ്. ബാലൻ ഡിയോർ വിനീഷ്യസിനാണെന്നതിൽ ഒരു സംശയവും വേണ്ടെന്നാണ് പെരസ് പറഞ്ഞത്. 2007-ൽ കക്കയാണ് ബ്രസീലിൽ നിന്നും ഏറ്റവും ഒടുവിൽ ബാലൻ ഡിയോർ നേടിയത്. പിന്നീട് നെയ്മർ ബാലൻ ഡിയോർ നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കപ്പിനും ചുണ്ടിനുമിടയിൽ പലതവണ അത് തെന്നിമാറിപ്പോയി. അതുകൊണ്ട് തന്നെ ബ്രസീൽ ആരാധകരെല്ലാം വിനീഷ്യസിനൊപ്പമാണ്. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗിന്റെ നടത്തിപ്പുകാരായിട്ടും ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ബാലൻ ഡിയോർ ജേതാവ് ഉണ്ടായിട്ട് 2 പതിറ്റാണ്ട് പിന്നിട്ടു. 2001-ൽ മൈക്കൽ ഓവനാണ് ഏറ്റവും ഒടുവിൽ അത് നേടിയത്. അതുകൊണ്ട് തന്നെ ബെല്ലിംഗ്ഹാമിന് വേണ്ടി ഇംഗ്ലീഷ് മാധ്യമങ്ങളും പണ്ഡിറ്റുകളും എല്ലാം സജീവമായി രംഗത്തുണ്ട്. സ്പാനിഷ് ക്ലബ്ബുകളായ റയൽ മാഡ്രിഡുകാരും ബാഴ്സലോണക്കാരും അരങ്ങ് തകർത്തിട്ടുണ്ടെങ്കിലും ഒരു സ്പാനിഷുകാരൻ അവസാനമായി ബാലൻ ഡിയോറിൽ തൊട്ടത് 1960-ൽ ലൂയിസ് സുവാരസിലൂടെയാണ്. പിന്നീട് ഒരാൾക്കും അതിന് സാധിച്ചില്ല. ഒടുവിൽ ഇംഗ്ലീഷ് ക്ലബിനായി കളിക്കുന്ന റോഡ്രി സ്പാനിഷുകാർക്ക് അത് സാധ്യമാക്കുമോ എന്ന കാത്തിരിപ്പിലാണ് സ്പാനിഷ് ആരാധകർ.